നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹോംലെസ് എന്ന് പറഞ്ഞ് ഈ അമേരിക്കയിലുണ്ടായിരിക്കുന്ന ഫിനോമിന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വീടുണ്ടായിരുന്നവർ റോഡിലെത്തിയതാ, അല്ലാതെ ഹോംലെസ് ആയ ആളുകളായിട്ട് ആരംഭിച്ചതല്ല. ദാരിദ്ര്യമുള്ള ആൾക്കാർ എവിടെങ്കിലും ഷാക്കിലെങ്കിലും കഴിയുമായിരുന്നു. ആ ഷാക്കിൽ കഴിയുന്ന ആൾക്കാരെ നമ്മൾ ദരിദ്രരായിട്ട്, ആദ്യം സ്ലേവ്സ് ആയിരുന്നു അങ്ങനെ കഴിഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് സ്ലേവറിക്ക് തുല്യമായിട്ടുള്ള ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ആളുകൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അവരല്ല ഹോംലെസ് ആയത്, അവർക്ക് ഹോമുണ്ട്, പക്ഷെ അത് ഷാക്കിലായിരുന്നു അവർ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചേരി പ്രദേശം എന്ന് പറയുന്ന പോലാണ് ഹോംലെസ് എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഇതൊരു പുതിയ ഫിനോമിനയാണ്. ഇത് ഈ നഗരങ്ങൾ വളരെ വികസിച്ച് തുടങ്ങിയപ്പോൾ നഗരത്തിനകത്തെ റെന്റ് കൊടുക്കാൻ കഴിയാതെ പോയിട്ട് പെട്ടെന്ന് ആ വീടിൽ നിന്ന് പുറത്താകുന്ന ആൾക്കാരാണ് നമ്മൾ ഇന്ന് ഈ കാണുന്നത്. അവർ ഹോംലെസ് ആകുന്നത് ഈ തരത്തിലുള്ള ഷിഫ്റ്റ് വരുമ്പോഴാണ്. ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാകുക, അതുപോലെ തന്നെ ഈ പണിയില്ലാതെ വരുന്ന തരത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹൈക്ക്, ഒരു ടാക്സേഷൻ വർധനവോ കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഷിഫ്റ്റ് കൊണ്ട് അഫോർഡബിൾ അല്ലാത്ത വീടുകൾ സൈഡ് ചെയ്യുന്നത്, അവർ അതുവരെ ജീവിച്ചുകൊണ്ടിരുന്ന വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. എന്നിട്ട് അതുകൊണ്ട് അവരുടെ കയ്യിൽ സകല ഈ ജീവിതത്തിനകത്ത് സാധാരണഗതിയിൽ ഒരു ദരിദ്രരായ ആൾക്കാരുടെ കയ്യിലുള്ള സാധനങ്ങളല്ല ഈ ഹോംലെസ് ആയ ആൾക്കാരുടെ കയ്യിലുള്ളത്. എല്ലാം ഈ സാധനങ്ങളാണ്. അതെല്ലാം വെച്ച് ടെന്റ് വരെ അടിച്ച് അവർ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈ വീട് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത അത്രയും റെന്റ് കൂടിയതാണ് ഈ ഹോംലെസ് ആയ ആളുകളുണ്ടായത്, അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം അവർ നേരത്തെ ജീവിച്ച ജീവിതം ജീവിക്കാൻ കഴിയാതെ പോയിട്ട് അതിലുണ്ടാകുന്ന മനസ്താപത്തോടാണ്. ദരിദ്രരെ അക്കോമഡേറ്റ് ചെയ്യുന്ന പോലല്ല, ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു വരുന്നവർക്ക് അത് എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കും. ഇവർക്ക് ആ നോളജും ഇല്ല. അപ്പൊ അവരുടെ ഈ റിയാലിറ്റി ഫേസ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് അവരെല്ലാം ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് മാറുന്നത്. ഈ ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു റോഡിൽ കിടക്കുകയല്ല, റോഡിൽ കിടക്കുന്നവർ അവരുടെ റിയാലിറ്റി ഫേസ് ചെയ്യാൻ കഴിയാത്ത കാരണം ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാതാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പൊ ആ ആളുകൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വെച്ചാല് അവരവിടെ പോകത്തില്ലെന്നും അവർ ജോലി ചെയ്യത്തില്ലെന്നും ഒക്കെ നമ്മൾ പറയുമ്പോൾ അവർക്ക് അവിടെ ചെന്നിട്ട് ഈ ക്യൂ നിന്ന് ഭക്ഷണം മേടിക്കാനും അവരുടെ മറ്റേ ഈ ഭക്ഷണം കൊടുക്കുന്നവരോ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരോ പെരുമാറുന്ന പെരുമാറ്റം താങ്ങാൻ അവർക്ക് പറ്റത്തില്ല. അവർ ഭയങ്കരമായിട്ട് കലാപം ചെയ്യും. കാരണം അവരുടെ ജീവിതത്തിനകത്ത് അപമാനമായ എക്സിസ്റ്റൻസിനെ വീണ്ടും വീണ്ടും കാണിക്കുന്നതാണ് സഹായ ഹസ്തങ്ങളെല്ലാം. ഇതൊക്കെയാണ് നമ്മൾ സൈക്കോളജി അറിഞ്ഞുകൂടാതെ, മനുഷ്യരുടെ സൈക്കോളജി അറിഞ്ഞുകൂടാതെ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കൊടുത്താൽ അവര് നന്നായി പെരുമാറത്തില്ലെന്ന് പറയുന്നത്. മറ്റേതങ്ങനല്ല. ദരിദ്രര് കിട്ടുന്നത് എങ്ങനെയും വാങ്ങിച്ചെടുത്ത് കള്ളം വരെ പറഞ്ഞ് സാധിച്ചെടുത്ത് ജീവിക്കാൻ നോക്കും. പക്ഷെ മറ്റേതങ്ങനെ ചെയ്യില്ല. അവരെ സംബന്ധിച്ചോളം ജീവിതത്തിനകത്തെ വലിയ നഷ്ടങ്ങളായിട്ടാണ് അവരനുഭവിക്കുന്നത്. അതിനകത്ത് അവരെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ അവർ ആ സഹായം സ്വീകരിക്കാതെ വരും. ഇതുകൊണ്ട് വീണ്ടും ഇവര് റോഡിലെത്തി മറക്കാൻ ശ്രമിക്കുന്ന നിലവാരത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹോംലെസ്നെസ്സിന് കാരണമായത്.